ഈ ചട്ടിപ്പത്തിരി ഞാൻ ചപ്പാത്തി വെച്ചാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്ങനെയാണെന്നല്ലേ? ബാ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ചപ്പാത്തി ചുട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി തലേ ദിവസം ബാക്കി വന്ന ചപ്പാത്തി ആയാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ചപ്പാത്തി കഴിക്കാത്ത കുട്ടികളാണെങ്കിലും അവരെ കൊണ്ട് കഴിപ്പിക്കാനും ഇങ്ങനെ പറ്റും. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. 5 ചപ്പാത്തിക്ക് ഞാൻ 3 മുട്ടയാണ് എടുക്കാറുള്ളത്. ഇനി ചപ്പാത്തിയുടെ അളവ് കൂടുന്നതനുസരിച്ച് മുട്ടയുടെ എണ്ണവും കൂട്ടിക്കൊടുക്കാം. മുട്ടയിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും പാലും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചട്ടിപ്പത്തിരിയാണേ. സാധാരണ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് കുഴയ്ക്കണം, പരത്തണം, ചുട്ടെടുക്കണം. അതൊന്നുമില്ലാതെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചട്ടിപ്പത്തിരി തയ്യാറാക്കാം. ഇനി ചുട്ടു വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതുപോലെ മുട്ടയിൽ മുക്കി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് ഫില്ലിങ് നിരത്തി കൊടുക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫില്ലിങ്ങാണിത്. സവാള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്ത് തയ്യാറാക്കിയെടുത്ത ഫില്ലിങ്ങാണിത്. ചിക്കൻ കറി ഉപയോഗിച്ചും ഇതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് ഗ്രേവിയും കുറച്ച് ബോൺലെസ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇതിന് മുകളിൽ ചോപ്പ് ചെയ്ത മല്ലിയില കൂടി ഇട്ട് കൊടുക്കണേ. ഇനി അടുത്ത ചപ്പാത്തിയും ഇതുപോലെ മുട്ടയിൽ മുക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ 5 ചപ്പാത്തിയും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ആ മുട്ടയില്ലേ, അത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മുട്ട വേകാനെടുക്കുന്ന സമയം മാത്രമേ ഇത് കുക്കാവാൻ ആവശ്യമുള്ളൂ. കാരണം ചപ്പാത്തി ആയാലും അതിനകത്ത് ഫില്ലിംഗ് ആയാലും ഓൾറെഡി കുക്ക്ഡാണ്. 10-12 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ അധിക സമയമൊന്നും വേണ്ട, 5-6 മിനിറ്റ് മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചട്ടിപ്പത്തിരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്ക് വരെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചട്ടിപ്പത്തിരി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വരെ തയ്യാറാക്കി കൊടുത്തു വിടാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.